നടന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി നിർത്തണമെന്ന് വീണ്ടും ആവർത്തിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരതാ സ്പോൺസർ രാജ്യമാണ് ഇറാൻ. അതിനാൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഒരിക്കലും അനുവദിക്കാനാകില്ല എന്നാണ് ട്രംപ് അന്താരാഷ്ട്ര വേദിയിൽ ആരോപിച്ചത്. അധികാരമേറ്റ ഉടൻ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് ഒരു കത്ത് അയച്ചതായും ആണവ പദ്ധതി അവസാനിപ്പിക്കുന്നതിനു പകരം അമേരിക്കൻ സഹകരണം ഉറപ്പു നൽകാമെന്നും വെളിപ്പെടുത്തിയെന്നും ട്രംപ് പറയുന്നു. എന്നാൽ കഥ മറ്റൊന്നാണ്. വാഷിംഗ്ടൺ പറയുന്നത് സഹകരണമല്ല, മറിച്ച് നിർബന്ധവും ആജ്ഞാപനവുമാണെന്നാണ് ഇറാൻ ഉന്നയിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ലോകം മുന്നോട്ട് പോകേണ്ടതെന്ന അമേരിക്കൻ ചിന്താഗതിക്കെതിരെ ഇറാൻ തുറന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. തത്സമയ ടെലിവിഷൻ പ്രസംഗത്തിൽ തന്നെ ഖമേനി ട്രംപിന്റെ പ്രസ്താവനയെ ശക്തമായി തള്ളി. ട്രംപിന്റെ ആവശ്യം ഇറാൻ ജനതയുടെ മുഖത്തേറ്റ അടിക്ക് തുല്യമാണ്. അമേരിക്കയുടെ നയം ചർച്ചയല്ല, ആജ്ഞാപിക്കലാണ്. എന്നാൽ ഇറാൻ ഒരിക്കലും സമ്മർദ്ദത്തിന് വഴങ്ങുകയില്ല. അവർ പറയുന്നത് ജനങ്ങൾ തന്നെ തള്ളിക്കളയും. ഇങ്ങനെയാണ് ഖമേനി പറഞ്ഞത്. യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം ഇറാന്റെ ശാസ്ത്രീയ പുരോഗതിയുടെ ഭാഗമാണെന്നും അത് ജനങ്ങളുടെ അഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണെന്നും ഖമേനി വ്യക്തമാക്കി. ഈ വിഷയത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ ഞങ്ങൾ വഴങ്ങുകയില്ല. ഇറാന്റെ സ്വാതന്ത്ര്യവും സാർവഭൗമാധികാരവും ചോദ്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് അവകാശമില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ തന്നെ ഖമേനി തുറന്നടിച്ചു. ശരിക്കും ഇവിടെ നടക്കുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയമാണ്. അമേരിക്കയുടെ ആരോപണങ്ങൾക്കും നടപടികൾക്കും പിന്നിൽ വലിയ വൈരുദ്ധ്യങ്ങളാണ് ഉള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം കൈവശം വെച്ചിരിക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക. ആണവ കരാറുകളിൽ നിന്ന് പിന്മാറുകയും സ്വന്തം കൂട്ടുകാർക്ക് മാത്രമാണ് അമേരിക്ക നിയമങ്ങളുടെ വലയത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുമ്പോൾ അമേരിക്ക അതിനെതിരെ ഒന്നും പറയാത്തത് ഇതിന് തെളിവാണ്. എന്നാൽ ഇറാന്റെ ശാസ്ത്രീയ ഗവേഷണത്തെയും സമാധാനപരമായ ആണവ പദ്ധതിയെയും ലക്ഷ്യം വെച്ച് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന അവസ്ഥ അന്താരാഷ്ട്ര സമൂഹം തന്നെ ചോദ്യം ചെയ്യുന്നു. സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിൽ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും നടത്തിയ ഇടപെടലുകൾ തന്നെ പ്രദേശത്തെ രക്തസാക്ഷിത്വത്തിലേക്കാണ് തള്ളിവിട്ടത്. ഭീകരവാദത്തിനെതിരെ പോരാട്ടം എന്ന പേരിൽ ഇടപെട്ട അമേരിക്ക യഥാർത്ഥത്തിൽ സ്വന്തം സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇറാൻ ആരോപിക്കുന്നു. എണ്ണ സമ്പത്തുകളും ജിയോ പൊളിറ്റിക്കൽ സ്ഥാനവും പിടിച്ചിടാനാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ലക്ഷ്യം. ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അവരുടെ ആണവ പദ്ധതി സമാധാനപരമായ ഗവേഷണത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമുള്ളതാണെന്നത് തന്നെയാണ്. 80 മില്യൺ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാനായി ഭാവിയിൽ ആണവോർജം അനിവാര്യമാണെന്നും അത് അവരുടെ സാർവഭൗമാവകാശം ആണെന്നും ഇറാൻ പറയുന്നു. അമേരിക്കയുടെ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ജനങ്ങളെ മാത്രമാണ് ദുർഘടത്തിലാക്കുന്നതെന്നും ഇറാന്റെ ശാസ്ത്രജ്ഞരെ ലോകവേദിയിൽ അപമാനിക്കുകയാണെന്നും ഇറാൻ ആരോപിക്കുകയാണ്. അമേരിക്കൻ ഇടപെടലുകളും ട്രംപിന്റെ പ്രസ്താവനകളും പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ തന്നെ തകർക്കുകയാണ്. സൗദി ഇറാൻ വൈര്യവും ഇസ്രയേൽ പലസ്തീൻ പ്രശ്നവും സുന്നി ഷിയ സംഘർഷവും ഇതിനകം മേഖലയെ അസ്ഥിരമാക്കി കഴിഞ്ഞു. അതിനുമേൽ അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടൽ കൂടി ചേർന്നാൽ അതിന്റെ ആഘാതം ലോകവ്യാപകമായിരിക്കും. എണ്ണവിലയിൽ വർധനവ്, വ്യാപാര ബന്ധങ്ങളുടെ തകർച്ച, ഭീകര സംഘടനകളുടെ ഉയർച്ച എല്ലാം അന്താരാഷ്ട്ര സമൂഹത്തെ തന്നെ ബാധിക്കപ്പെടും. ട്രംപിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കുമെന്ന പ്രതീക്ഷ യാഥാർത്ഥ്യമല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വാതന്ത്ര്യവും ശാസ്ത്രീയ പുരോഗതിയും വിട്ടുകൊടുക്കില്ല എന്ന ഖമേനിയുടെ പ്രഖ്യാപനം അമേരിക്കയുടെ സമ്മർദ്ദ രാഷ്ട്രത്തിന് തുറന്ന വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സംഘർഷ കാലഘട്ടത്തിന്റെ വാതിൽക്കൽ ലോകം എത്തിയിരിക്കുകയാണ്. സമാധാനം ഉറപ്പുവരുത്തണമെങ്കിൽ ആദ്യം തന്നെ അമേരിക്ക തന്റെ ഇരട്ടത്താപ്പ് നയം ഉപേക്ഷിക്കണം.